ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ബ്രോഡ്വേയിലോട്ടാട്ടോ. ഇവിടെയാണെങ്കിൽ ഇപ്പൊ ക്രിസ്മസിന്റെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആട്ടോ. ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈമിൽ ആ ഒരു സ്കൈ ബ്ലൂ ഷർട്ട് ഇട്ടേക്കുന്ന ചേട്ടനെ കണ്ടോ. പുള്ളിയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനെ കണ്ടപ്പോ പുള്ളിയെ ഐ ജസ്റ്റ് ക്യാപ്ചർഡ് ഇറ്റ്. അത് ആ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കണ്ടപ്പം ഐ ലൈക്ക് ദാറ്റ്. പിന്നെ എന്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഐ തിങ്ക് ഇപ്പൊ പനി സീസൺ ആണെന്ന് തോന്നുന്നു. കാരണം എല്ലാവർക്കും ഉണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ വന്നും പോയി നിൽക്കാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി വരുന്നത്. എന്താ പറയാ, അങ്ങോട്ട് കൊടുക്കാനായിട്ട് പറ്റണില്ല. അപ്പൊ എങ്ങനെയൊക്കെയോ കൊടുക്കാണ്, മാറുമെന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം അത് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിന്റെ ബാക്കി അങ്ങോട്ടേക്ക് പറഞ്ഞു തുടങ്ങാം. നമ്മളാണെങ്കിൽ ഇങ്ങനെ ബ്രോഡ്വേയിൽ കൂടി നടന്നു പോകുന്ന ടൈമിലാണ് ഇവിടെ മൈൻഡിൽ ഇങ്ങനെ ഒരു തോട്ട് വന്നത്. അത് നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ടേക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല. ഒരു പ്ലാനിങ്ങും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ലുലുവിലേക്ക് പോകാനൊരു തീരുമാനം എടുത്തു. പിന്നെ മറിച്ചൊരു ചോദ്യം ഇല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ ടാക്സി പിടിച്ച് മെട്രോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അല്ല, ഇതാണ് കേട്ടോ എന്റെ ഉമ്മി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരുമെന്ന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തീരുമാനിച്ചു, പെട്ടെന്ന് പോയി. അല്ലെങ്കിലും ചിലതൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കുമ്പോൾ അത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് നടക്കുന്നതിനെക്കാട്ടിലും ചെറിയൊരു രസമൊക്കെ ഉണ്ടാവും. സോ ഇതും എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണോ തോന്നിയത്. ബൈ നമ്മൾ അവിടെ വന്നിട്ട് ഇങ്ങനെ ചുറ്റി അടിച്ച് അവിടെ ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു. നമ്മൾ അവിടുത്തെ ഇങ്ങനെ റൈഡ് സെക്ഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ കയറണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു അതിഥി വിളിക്കാണ്ട് കയറി വന്നു. നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ചിലതൊക്കെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കുമ്പോൾ ഹാപ്പി ആവാറുണ്ട്. എന്നാൽ വേറെ ചിലത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കുമ്പോൾ ഉള്ള മൂഡും പോവാറുണ്ട്. കാരണം വേറൊന്നും അല്ല, ആക്ച്വലി എന്റെ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വലിയ പെയിനും കാര്യങ്ങളും അങ്ങനത്തെ രീതിയിലുള്ള സംഭവം ഒന്നുമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊന്നും ചെയ്യാനായിട്ടുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. എങ്ങനെയും വീടെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉമ്മീന്റെ അടുത്ത് എടുക്ക് എന്ന് പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴത്തെ എന്തോ ഒരു മൈൻഡിൽ ഞാൻ അതൊന്നും എടുത്തില്ല. പക്ഷെ വീടെത്തിയപ്പോഴാണ് അതൊക്കെ എടുക്കേണ്ടതായിരുന്നു എന്നുള്ള കുറ്റബോധവും അല്ലാത്ത ബോധമൊക്കെ എല്ലാം കൂടി ഒന്നിച്ചത്. സത്യത്തിൽ ഞാൻ കാരണം ഉമ്മിക്കും ഒരു സാധനം പോലും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ഉമ്മീന്റെ ഒരു ഡയലോഗ്, അത് മേടിക്കണം എന്നുണ്ടായിരുന്നു. ഉമ്മി മേടിക്കാത്തതുകൊണ്ടാണ് ഞാനും മേടിക്കാനത്. അല്ലേ, വീട്ടിൽ വന്നിട്ടല്ലേ പറയുന്നത്, അവിടെ വെച്ച് പറഞ്ഞില്ലല്ലോ. അതാണ് സത്യം. എന്നിട്ട് ഞാനും വിട്ടുകൊടുത്തില്ല. ഞാനും ഡയലോഗ് അടിച്ചു, ഇനിയും വരാലോ. അങ്ങനെ ഇനിയും വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മൾ വീട്ടിലേക്ക്.